എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം പൂർവാർത്ഥം അധ്യായം 31 ശ്ലോകം 16, 17, 18, 19 4 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഈ 4 ശ്ലോകങ്ങളോട് കൂടിയിട്ട് 31-ാമത്തെ ഈ അധ്യായം ഇവിടെ അവസാനിക്കും. ഗോപസ്ത്രീകള് അവര് കരഞ്ഞു കരഞ്ഞും പ്രാർത്ഥിച്ചും അവര് ഒരുവിധം നിർത്തി അവരുടെ പ്രാർത്ഥന. തളർന്നുപോയി അവര്. കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ആസദാ പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 16. പതിസുതാന്വയ ഭ്രാതൃബാന്ധവാൻ അതിവിലംഘ്യതേന്ദ്യച്യുതാഗതാ ഗതിവിധ തവോൽഗീതമോഹിതാ ഇതവ യോഷിത കസ്ത്യജേനിശി. അതുകൊണ്ട് ഹേ അച്യുത, ഞങ്ങള് പതിപുത്രാദികളെ ആദരിക്കാതെ, അവര് ഞങ്ങളെ തടഞ്ഞതൊന്നും കൂട്ടാക്കാതെ, അവരൊന്നും നിത്യസുഖപ്രദന്മാരല്ല എന്നുള്ള അറിഞ്ഞിട്ട് തന്നെയാണ് അവരിലെല്ലാം വിരക്തകളായിട്ട് നിത്യാനന്ദപ്രദനായ അങ്ങയുടെ സമീപത്തിലേക്ക് ഇതാ എല്ലാവരും വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ പരമഗതി നൽകുന്ന പരമപുരുഷൻ എന്തിരുവടിയാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. സർവപ്രാണികളെയും മോഹിപ്പിക്കുന്ന അങ്ങയുടെ ആ അതിമധുരമായ വേണുഗാനം ഞങ്ങളെ ആകർഷിച്ചു. അത് നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വന്ന ഞങ്ങളെ ഇങ്ങനെ വഞ്ചിക്കണത് ഉചിതാണ്. മറ്റാരും ശരണമില്ലാത്ത സ്ത്രീകളെ ഈ കാട്ടില് രാത്രി സമയത്ത് അങ്ങല്ലാതെ മറ്റാരെങ്കിലും ഉപേക്ഷിക്കുമോ? ഇതല്ലേ വഞ്ചകന്മാരുടെ സ്വഭാവം. ഇന്ന വിധം ഗാനം ചെയ്താൽ ഞങ്ങളുടെ മനസ്സിന് സംക്ഷോഭം ജനിക്കും എന്നും ഈ ഗീതശ്രവണം മാത്രം കൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങയുടെ സമയത്തിൽ വരുമെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ വേണുഗാനം കൊണ്ട് ഞങ്ങളുടെ മനസ്സിനെ ആകർഷിച്ച് ഇവിടെ വരുത്തിയത്. പിന്നെ എന്തിനാ ഞങ്ങളെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത്? ധർമാധർമ്മ വിധികളെയൊക്കെ അതിക്രമിക്കാൻ പര്യാപ്തമായ പരമപ്രേമമുള്ളവർക്ക് ശാശ്വതമായ പ്രാപ്തിസ്ഥാനം അവിടുന്ന് മാത്രമാണെന്നുള്ള ആ സത്യമായ അങ്ങയുടെ ഉപദേശം അറിഞ്ഞ് അരികത്ത് വന്നിരിക്കുന്ന ഞങ്ങള് സർവവും പരിത്യജിച്ചിരിക്കെ അവിടുന്നും കൂടി ഉപേക്ഷിച്ചാൽ ഞങ്ങൾ അനാഥകളാണെന്ന് ഓർത്തെങ്കിലും ഞങ്ങളെ സ്വീകരിക്കണേ. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന ഭഗവാന്റെ ഉപദേശത്തിന്റെ ആ മാർഗദർശിനികള് ഈ ഗോപസ്ത്രീകൾ തന്നെയാണ്. നമുക്ക് മനസ്സിലാക്കാം അല്ലെ. എല്ലാം ഉപേക്ഷിച്ച് അവർക്ക് ഒന്നും വേണ്ട, ഭഗവാൻ മാത്രം. അങ്ങനെയാണ് അവര് ഭഗവാന്റെ അടുത്ത് വന്നിരിക്കുന്നത്. സംവിധം പൃച്ഛയോദയം പ്രഹസിദാനനം പ്രേമ വീക്ഷണം ബൃഹദുരശ്രിയോ വീക്ഷ്യധാമത്തെ മുഹുരാതിസ്പൃഹ മുഖ്യത്തെ മനഃ. അതുകൊണ്ട് അങ്ങയാൽ ഉപേക്ഷിക്കപ്പെട്ട ഞങ്ങൾക്ക് മുമ്പ് അങ്ങയുടെ ദർശന നിമിത്തമുണ്ടായ ആ ഹൃദയ രോഗത്തിന് അങ്ങ് തന്നെ ചികിത്സ ചെയ്യണം എന്നുള്ള അഭിപ്രായത്തോട് കൂടിയിട്ടാണ് 2 ശ്ലോകം കൊണ്ട് അവർ പറയണു. ഏകാന്തത്തില് മന്മഥ വികാരത്തെ ജനിപ്പിക്കുന്ന ഓരോ വിധം പ്രവൃത്തികള് ഞങ്ങളിൽ അതിസ്നേഹമുണ്ടെന്ന് ഞങ്ങളെ ധരിപ്പിക്കുന്ന മനോഹര കടാക്ഷം, മന്ദഹാസയുക്തമായ ആ മുഖാരവിന്ദു, ലക്ഷ്മിയുടെ വാസസ്ഥാനമായ വിശാല വക്ഷസ്ഥലം, ഇവയൊക്കെ പല പ്രാവശ്യം കണ്ടതുകൊണ്ട് അങ്ങയോട് ചേരണമെന്നുള്ള ഇച്ഛ ഞങ്ങൾക്ക് കൂടിക്കൂടി വരികയാണ്. ഭഗവാൻ അധികരിക്കുകയാണ്. അത് സാധിക്കാത്തത് കൊണ്ട് മനസ്സ് തളർന്ന് ഞങ്ങളിതാ മോഹാലസ്യത്തിലേക്ക് വീഴുന്നു. പ്രജവനൗകസാം വ്യക്തിരംഗ തേ ബ്രജിനഹന്ദ്രലം
വിശ്വമംഗളം ത്യജമനാജ്ഞന ത്വൽസ്പൃഹാത്മനാം സ്വജനഹൃതൃജാ നിഷൂദനം. അങ്ങയുടെ അവതാരം എല്ലാവർക്കും ഒരുപോലെ, എല്ലാവരുടെയും സന്താപങ്ങൾ ഒരുപോലെ നശിപ്പിക്കുന്നതാണ്, സകലർക്കും മംഗളത്തെ ജനിപ്പിക്കുന്നതുമാണ്. അതുകൊണ്ട് അങ്ങയിൽ അതിതാല്പര്യത്തോടുകൂടിയ ഞങ്ങൾക്ക് അല്പമാത്രമെങ്കിലും അത് തന്നെ തീരും, അത് തരണം ഞങ്ങൾക്ക്. ഇതില് കൃപണത അല്പവും കാട്ടരുത്. അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന ഉപേക്ഷിക്കരുത്. ഞങ്ങൾ എന്ത് ആഗ്രഹിക്കണമെന്ന് അങ്ങേക്ക് അറിയാം. അങ്ങയെ സ്നേഹിക്കുന്നതിനാൽ അങ്ങയുടെ സംബന്ധിനികളായ ഞങ്ങൾക്കുണ്ടായിരിക്കുന്ന ആ ഹൃദയരോഗത്തെ നശിപ്പിക്കുന്ന ദിവ്യ ഔഷധം എന്താണോ അത് ഞങ്ങൾക്ക് തരണം. അത് ഇന്നതാണെന്ന് അവിടത്തേക്ക് മാത്രമേ അറിയുള്ളൂ, അത് ഞങ്ങൾക്കറിയാം. ഹൃദയരോഗ ശമന ദിവ്യ ഔഷധത്തെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഭഗവാനെ. തൽസ്വരൂപൻ നിന്തിരുവടി ആ അങ്ങയെ ഞങ്ങൾക്ക് സിദ്ധിക്കണം ഭഗവാനെ. അവിടുന്ന് കരുണയോടുകൂടി ദാസികളായ ഞങ്ങൾക്ക് അങ്ങയെ തന്നെ, ആ അമൃത സ്വരൂപത്തെ തന്നെ നൽകണം. അതാണ് അവരുടെ പ്രാർത്ഥന. ഏതൊന്നിനെ അങ്ങു തന്നാൽ ഞങ്ങളുടെ ഹൃദയരോഗം ശമിക്കുമോ അത് നൽകണം എന്ന പ്രാർത്ഥന. അപ്പൊ ഇതിലെങ്ങനെയാണ് തുച്ഛവും ക്ഷണികവും ഉത്തരക്ഷണത്തിൽ വിഷതുല്യവും ആയുർനാശകരവുമായ ആ പ്രാകൃത രീതിയെ നൽകണമെന്ന അർത്ഥം ഉണ്ടെന്ന് പറയുന്നവരോട് എന്താ പറയും? അതെങ്ങനെയാ ഇതില് അങ്ങനെ ഒരു അർത്ഥം ഇതിലെങ്ങനെയാ വരിക? അനാദ്യ വിദ്യാകാമ കർമ്മ ബീജനാശം വരുത്തി നിത്യാനന്ദം നൽകാൻ കരുണയുണ്ടാകണം എന്നാണ് ആ ഗോപസ്ത്രീകളുടെ പ്രാർത്ഥനയുടെ സാരാംശം. യത്തേ സുജാതചരണാം ഗുരുകം സ്തനേഷു ഭീതാശനേ പ്രിയ ദധീമഹി കർക്കശേഷു തേനാടവേ മടസി തദ്വ്യഥതേ നകിം സ്വിൽ കൂർപ്പാദിഭിർ പ്രമദിധേ ഭവദായുഷാം. അതിപ്രേമ നിമിത്തം ആ പരവശകളായ ഗോപികള് കരഞ്ഞും കൊണ്ട് പറയണം, ഹേ പ്രിയ, അങ്ങയുടെ അതികോമളമായ ആ പാദപത്മം ഞങ്ങളുടെ കാഠിന്യമുള്ള കുജതടങ്ങളിൽ തട്ടിയാൽ അതിന് വേദന തട്ടുമോ എന്നുള്ള ഭയത്തോടുകൂടി ഞങ്ങൾ അതിനെ പതുക്കെ കുജങ്ങളിൽ ധരിച്ചുകൊള്ളാം. ഞങ്ങൾ ഇങ്ങനെ വിചാരിക്കത്തക്ക വിധം അത്ര മൃദുവായിരിക്കുന്ന ആ കാലുകൊണ്ട് ഇപ്പോൾ കാട്ടിലങ്ങ് സഞ്ചരിക്കുന്നത് കൊണ്ട് മൂർച്ചയുള്ള കല്ലുകൾ കൊണ്ടും മറ്റും അതിന് വേദന ഉണ്ടാവില്ലേ എന്ന് ആലോചിച്ച് ഞങ്ങളുടെ മനസ്സ് വല്ലാതെ തളരുന്നു, വിഷമിക്കുന്നു. ഭഗവാൻ, അങ്ങാകുന്ന പ്രാണനോടുകൂടിയ ഞങ്ങള് അങ്ങയുടെ പാദത്തിന് വല്ല മുറിവും തട്ടിയാൽ പിന്നെ ജീവിച്ചിരിക്കുമോ? പിന്നെ ഇങ്ങനെ ജീവിച്ചിരുന്നിട്ട് ഇപ്പൊ എന്താ ഫലം? ഇങ്ങനെ പലതും പറഞ്ഞ് ഗോപികള് കരഞ്ഞു ഭഗവാനിലുള്ള ആ പരിശുദ്ധ പ്രേമത്തിന്റെ പരമകാഷ്ഠ ആ ഗോപസ്ത്രീകള് ഈ വിധം പ്രകാശിപ്പിച്ചു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ രാസക്രീഡായാം ഗോപീഗീതം നാമ ഏകത്രിംശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ 31-ാമത്തെ അധ്യായം ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീപാദങ്ങളില് സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശ യാസാം ഹരികഥോൽഗീതം പുനാതി ഭുവനത്രയം. ശ്രീ ഗോപീചരണാരവിന്ദ പരമാണവേ നമഃ.